നമസ്കാരം. നേരറിയാൻ നേരിനൊപ്പം നേരോടെ ഓരോ വാർത്തയും ഇനി ചൂടോടെ. ഹെബ്രോൻ വിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് വിനോദ് പുതുപ്പള്ളി. പ്രധാന വാർത്തകൾ. 101ാമത് കുമ്മനാട് ജനറൽ കൺവെൻഷൻ ഹെബ്രോൻ തുടക്കം കുറിച്ചു. IPC ഹെബ്രോൻ സീനിയർ ശുശ്രൂഷകനും റീജിയൻ പ്രസിഡന്റുമായ പാസ്റ്റർ KM ജോർജ് കുമ്മനാട് കൺവെൻഷനോടനുബന്ധിച്ച് നാട്ടിലേക്ക് കടന്നുപോയി. PMCC 2024 നടത്തിയ പാടാം നമുക്ക് പാടാം മത്സരത്തിൽ IPC ഹെബ്രോൻ ഫൈനലിൽ എത്തി. MEPC വൺ ബോഡി വൺ വോയിസ് മ്യൂസിക്കൽ ഈവന്റ് സംഘടിപ്പിച്ചു. IPC റീജിയൻ PLP അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ താരത പരിശോധന നടത്തി. IPC റീജിയൻ സൺഡേ സ്കൂൾ ആരംഭിച്ചു. PMCC 2025 പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. IPC ഹെബ്രോൻ 2025ലേക്കുള്ള ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. ആഗോള കത്തോലിക്ക സഭയുടെ പരമോന്നത അധ്യക്ഷ സ്ഥാനം ഒഴിയും എന്നുള്ള അഭ്യൂഹം തള്ളി ഫ്രാൻസിസ് മാർപ്പാപ്പ. IPC ഹെബ്രോൻ പുതിയ കൊയർ ടീം. വാർത്തകൾ വിശദമായി. ജനറൽ കൺവെൻഷൻ ഹെബ്രോൻ പുരത്ത് ആരംഭിച്ചു. ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ടെന്നും കരുതുന്ന ദൈവമാണ് നമുക്കുള്ളതെന്നും റവറൻഡ് ഡോക്ടർ TN വാത്സൻ എബ്രഹാം പറഞ്ഞു. വ്യക്തിപരമായും സഭാ സമൂഹമായും ഇത്രത്തോളം നമുക്ക് സംരക്ഷണം നൽകിയ ദൈവം ഇനിയും നമ്മെ നടത്തും. 101ാമത് ജനറൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. മറ്റു യോഗങ്ങളിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദേവദാസന്മാർ വചനത്തിൽ നിന്ന് സംസാരിച്ചു. പാസ്റ്റർ KM ജോർജ് കുമ്മനാട് കൺവെൻഷൻ അനുബന്ധിച്ച് നാട്ടിലേക്ക് കടന്നുപോയി. ഇന്നേ ദിവസം രാവിലെ ഫ്രൈഡേ മോർണിംഗ് കർത്താവിന്റെ ദാസൻ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാം അധ്യായം 18-ാമത്തെ വാക്യം വരെയുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ച് ശൂന്യതയുടെ മുഖത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ കുറിച്ച് ശക്തമായി സംസാരിച്ചു. തന്റെ അസാന്നിധ്യത്തിലും പാസ്റ്റർ ബിജു ഹെബ്രോൻ IPC ഹെബ്രോൻ അതിശക്തമായി മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. PMCC 2024 നടത്തിയ മ്യൂസിക്കൽ കോമ്പറ്റീഷൻ പാടാൻ നമുക്ക് പാടാം എന്നുള്ള പ്രോഗ്രാമിൽ 16 ചർച്ചകളിൽ നിന്നുള്ള മത്സരാർത്ഥികളോട് മത്സരിച്ച് IPC ഹെബ്രോന്റെ മാധുര്യ ഗായകരായ സിസ്റ്റർ ദീന സ്റ്റാലിൻ, ബ്രദർ ബിജോ സോജി ബിജോ എന്നിവർ ഫൈനലിലെത്തി. MEPC 2024 നടത്തിയ വൺ ബോഡി വൺ വോയിസ് എന്ന മ്യൂസിക്കൽ കോമ്പറ്റീഷൻ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തി. അന്നേ ദിവസം കർത്താവിന്റെ വിലയേറിയദാസൻ പാസ്റ്റർ KM ജോർജ് ദൈവവചനത്തിൽ നിന്നും ശുശ്രൂഷിച്ചു. IPC റീജിയൻ PLP അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ താരത പരിശോധന നടത്തി. 7 സഭകളിൽ നിന്നുള്ള യുവജനങ്ങളിൽ നിന്നും ആണ് മത്സരം ക്രമീകരിച്ചത്. IPC ഹെബ്രോനിൽ നിന്നും വളരെ മികച്ച രീതിയിൽ മത്സരാർത്ഥികൾ മത്സരിച്ചു. ജസ്ന, സ്റ്റിയ, സിസ്റ്റർ ദീന എന്നിവർ സമ്മാനങ്ങൾ കരസ്ഥമാക്കി. IPC റീജിയൻ സൺഡേ സ്കൂൾ യഹോവിപ്പാൻ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. IPC റീജിയനിലെ 7 സഭകളിലെ സൺഡേ സ്കൂൾ അധ്യാപകരെയും ഹെഡ് മാസ്റ്റേഴ്സിനെയും കൂട്ടിവരുത്തി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. IPC ഹെബ്രോനിൽ നിന്ന് ബ്രദർ തോമസ് മാത്യു ജോയിന്റ് സെക്രട്ടറിയായും ബ്രദർ ജെയിംസ് ജോൺ കമ്മിറ്റി മെമ്പറായും തിരഞ്ഞെടുക്കപ്പെട്ടു. PMCC 2025ലേക്കുള്ള പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. 16 സഭകളിൽ നിന്നുള്ള പ്രതികളെ ചേർത്തുകൊണ്ട് ഒരു പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. IPC ഹെബ്രോനിൽ നിന്നുള്ള വിനോദ് പുതുപ്പള്ളി വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആഗോള കത്തോലിക്ക സഭയുടെ പരമോന്നത അധ്യക്ഷ സ്ഥാനം ഒഴിയും എന്നുള്ള അഭിമുഖം തള്ളി ഫ്രാൻസിസ് മാർപ്പാപ്പ. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പോപ്പ് 2 എന്ന തന്റെ ആത്മകഥയുടെ 2ാം ഭാഗത്തിലാണ് മാർപ്പാപ്പ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. സഭാ പരിപാലനം ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടുമാണ്, അല്ലാതെ കാലുകൊണ്ടല്ല എന്ന് ആത്മകഥയിൽ പറയുന്നു. IPC ഹെബ്രോൻ 2025ലേക്കുള്ള ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. ഈ വർഷത്തെ സഭയുടെ വളർച്ചയ്ക്കും ആത്മീയതയ്ക്കും വേണ്ടിയുള്ള പ്രവർത്തിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ബ്രദർ തോമസ് മാത്യു സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. കമ്മിറ്റിയുടെ സുഗമമായ നടത്തിപ്പിനും പ്രാർത്ഥനയും ഐക്യതയും സപ്പോർട്ടും ഹെബ്രോൻ വിഷൻ ആശംസിക്കുകയും ചെയ്യുന്നു. അനവധി വർഷങ്ങളുടെ ആവശ്യമായിരുന്ന IPC ഹെബ്രോൻ ഒരു കൊയർ ടീം
ഈ വർഷം ഓഡിഷയുടെ ഒരു കൊയർ ടീമിനെ തിരഞ്ഞെടുത്തു. അതിന് കൺവീനറായി നിന്ന് നേതൃത്വം കൊടുത്ത ബ്രദർ ജെബോയ് തോമസ് ആയിരുന്നു. കൊയർ ലീഡറായി ബ്രദർ തോമസ് മാത്യു നിയമിതനായി. കൗതുക വാർത്തകൾ. ആദ്യ മാതാപിതാക്കളെ ഏതിൽ നിന്ന് പുറത്താക്കി സ്വർഗീയ കോടതി. ജനനം കൊണ്ട് വ്യത്യസ്തരായ ആദാം ഹവ്വ ദമ്പതികളാണ് തോട്ടക്കാരന്റെ അനുവാദമില്ലാതെ പഴം മോഷ്ടിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഹാബേലിന്റെ മരണം കൊലപാതകമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദുരൂഹ സാഹചര്യത്തിൽ കാണപ്പെട്ട ജഡം ഹാബേലിന്റെതെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞപ്പെട്ടു. കൊല്ലപ്പെട്ട ഹാബേലിന്റെ ജ്യേഷ്ഠൻ കായീൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. യാഗത്തെ തുടർന്നുള്ള മുൻ വൈരാഗ്യമാണെന്നും ഹാബേലിന്റെ യാഗത്തിലാണ് ദൈവം പ്രസാദിച്ചെന്നും അതിനുള്ള വൈരാഗ്യത്തിലാണ് ഹാബേലിനെ കൊന്നതെന്നും പ്രതി കുറ്റം സമ്മതിച്ചു. പ്രവാചകനായ ഏലിയാവിന്റെ തിരോധാനം വൻ വീഴ്ചയെന്ന ആരോപണം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കാണാതായ ഇസ്രയേലിലെ ജനസേവന വകുപ്പ് മന്ത്രിയും പ്രവാചകനുമായിരുന്ന ഏലിയാവിന്റെ തിരോധാനത്തിനെ കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഗിൽഗാലിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. തന്റെ ശിഷ്യനായ ഏലീശയെ സംശാസ്പദമായ ചോദ്യം ചെയ്ത് അഗ്നിരഥത്താൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. എങ്കിലും അത് വിശ്വസിക്കപ്പെട്ടിട്ടില്ല. അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹ തട്ടിപ്പ് കേസിൽ ഒളിവിൽ പോയ യാക്കോബിനായുള്ള തിരച്ചിൽ ഊർജിതപ്പെടുത്തി. വാർദ്ധക്യത്തിലായിരുന്ന പിതാവിനെ വഞ്ചിച്ച് യേശാവിന്റെ ജ്യേഷ്ഠാവകാശം തട്ടിച്ചെടുത്തതാണ് എന്നതാണ് കേസ്. കൂട്ടുനിന്ന അമ്മ റിബേക്ക ശക്തമായ തെളിവുകൾ നിരത്തുവാൻ കഴിയാത്തത് കൊണ്ട് കേസ് എടുക്കുവാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. യാക്കോബ് നാട് വിട്ടു എന്ന് കരുതപ്പെടുന്നു. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളും ശക്തമായ തിരച്ചിലുകൾ ഊർജിതപ്പെടുത്തി. ബെഥാനിയയിലെ മരിച്ച ലാസറിനെ ബെഥാനിയ സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ കണ്ടു. ബെഥാനിയയിൽ മരിച്ച ലാസർ 7-ാം നാൾ ബെഥാനിയ സൂപ്പർ മാർക്കറ്റിന് മുമ്പുള്ള പരസ്യ യോഗത്തിൽ പ്രസംഗിച്ചു. സഹോദരിമാരായ മാർത്തയും മറിയയും വർഷിപ്പിന് നേതൃത്വം നൽകി. ബദർ യൂനിക്കോസിന്റെ മരണാനന്തര കുറിപ്പ് നമ്മുടെ ഹെബ്രോൻ വിഷൻ ലഭിച്ചു. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്: ഉറക്കത്തിൽ നിന്ന് വീണതുകൊണ്ട് എന്റെ പിടലി ഒടിഞ്ഞു, നടുവ് വെട്ടി, കാല് 2ആയി ഒടിഞ്ഞു. സഹോദരന്മാരെ, ദയവ് ചെയ്ത് സഭായോഗത്തിലും മീറ്റിങ്ങുകളും ഉറങ്ങരുത്. ഇത് എന്റെ അനുഭവമാണ്, നിങ്ങൾക്ക് വരരുതെന്ന് വെച്ച് ഞാൻ പറഞ്ഞതാണ്. അടുത്ത വർഷം അടുത്ത വർഷം ഇതേ സമയം. നന്ദി, നമസ്കാരം.